ഗുഡ് മോർണിംഗ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൻ്റെ തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നൊരു കുട്ടി ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഞാൻ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് എങ്ങോട്ടും പോകണ്ടെന്ന് ഞാൻ ഹസ്ബൻഡിനോട് നേരത്തെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ രാവിലെ തന്നെ ഒരു സൂംബ ക്ലാസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് റെഡിയാകുന്ന രംഗങ്ങളാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അപ്പോൾ സൂംബ കളിക്കാൻ നല്ല ആരോഗ്യം വേണം, വെറും വയറ്റിൽ പോയാൽ നടക്കില്ല. അപ്പോൾ ഞാൻ ഒരു പഴം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ദുബായിലായിരുന്നപ്പോൾ ഞാൻ സൂംബയ്ക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ അടുത്തുണ്ടെന്ന് ഞാൻ കുറച്ച് നാൾ മുന്നെയാണ് അറിഞ്ഞത്. ഈ വർഷം തുടങ്ങിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവിടെ ആക്ച്വലി ഒരു സൂംബ ഇങ്ങനെ ക്ലാസ് ഉള്ളത്. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും പോയി നോക്കാമെന്ന്. ഇത് ഞാൻ ഹെയറിലൊരു ജെല്ല് തേക്കുകയാണ് കേട്ടോ. ഹെയർ ആകെ പറന്നിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈലൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹെയർ ജെല്ല് തേക്കുവാണ്. മുടി പോണിട്ടയിലാണ് ഞാൻ കെട്ടുന്നത്, അല്ലെങ്കിൽ ആകെ വിയർത്ത് അങ്ങ് പരുവാകും. ഇവിടെ എല്ലാവരും പിന്നെ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ സൺസ്ക്രീൻ ഇടുക എന്നുള്ളത്. ഇവിടെ ഓസോൺ ലെയറിനൊക്കെ വിള്ളലുള്ളത് കൊണ്ട് ഇവിടെ UV ഇൻഡെക്സ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്കിൻ ക്യാൻസറും മറ്റും വരാനുള്ള ചാൻസ് നമുക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെ സൺ എക്സ്പോസ്ഡ് ആണോ അവിടെ എല്ലാം നമ്മൾ സൺസ്ക്രീൻ ഇടണം. അതാണ് കേട്ടോ ഞാൻ മുഖത്തും കയ്യിലും കാലിലും കഴുത്തിലും എല്ലാം തേച്ച് പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സൂംബ ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു ആൻസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൂംബ കഴിഞ്ഞു, അടിപൊളിയായിരുന്നു. 1 മണിക്കൂറത്തെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ വീട്ടിൽ പോവാണ്. സോറി വിയേർഡ് ആംഗിളിലും സോറി, നിങ്ങൾ ക്ഷമിക്കണം, എനിക്ക് വേറെ എങ്ങും ഫോൺ വയ്ക്കാനില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സൂംബ കഴിഞ്ഞു, ഞാനിപ്പോൾ തിരിച്ച് പോവാണ്. ഇത് ഒരു 1 hour ഇല്ല, ഒരു 20 minutes ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോവാണ്. എൻ്റെ ഫോണിൻ്റെ ചാർജ് പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ കട്ടായി പോയത്. സൂംബ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായി വിയർത്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കൂളി പാസ്സാക്കാമെന്ന്. പക്ഷേ ഞാൻ തലമുടി നനച്ചില്ല കേട്ടോ. കാരണം ഇവിടുത്തെ വെള്ളത്തിൽ അത്യാവശ്യം നല്ല ക്ലോറിൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമേ ഞാൻ മുടി നനയ്ക്കാറുള്ളൂ. പിന്നെ എനിക്ക് വലുതായിട്ട് അങ്ങനെ സ്കിൻ കെയർ ഒന്നും ഇല്ല. പക്ഷേ ഈയിടെയായിട്ട് എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ആക്നെ വരുന്നു റൈറ്റ് സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു സ്കിൻ കെയർ തുടങ്ങിയേക്കുവാണ്. ഇത് വളരെ റീസെൻ്റ്ലിയാണ് കേട്ടോ ഞാൻ സ്കിന്നൊക്കെ കെയർ ചെയ്യാൻ തുടങ്ങിയത്. ഇതിന് മുന്നേ എനിക്ക് വലിയൊരു സ്കിൻ കെയർ റൂട്ടീനൊന്നുമില്ല. ഇപ്പോൾ ചെറുതായിട്ടൊരു റൂട്ടീൻ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇത് ബീഫ് ബിരിയാണിയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കിയത് ബർത്ത്ഡേ ആയിട്ട്. വൈകിട്ട് ഞാനൊരു ചായയൊക്കെ ആയിട്ട് ഒരു ബുക്ക് വായിക്കാനിരുന്നു. ഇത് അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്കാണ്. എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, അത്യാവശ്യം നല്ല ബുക്കാണ് കേട്ടോ. നിങ്ങൾ വായിച്ചില്ലെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. ഒരുപാട് കുട്ടി ഹാബിറ്റ്സ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് ബുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ ഇയറിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ ആഗ്രഹമുള്ള ഗോൾസ് എല്ലാം ഞാനൊരു ബുക്കിൽ എഴുതി വയ്ക്കുകയാണ് കേട്ടോ. അത് 3-4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെയാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ താല്പര്യമുള്ളതെന്ന് ഞാൻ ജസ്റ്റ് എഴുതുവാണ്. ഹലോ, നമ്മളൊരു പടത്തിന് പോവാണ്. ടൊവിനോയുടെ പുതിയ പടം ഇറങ്ങിയിട്ടില്ല, ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആ പടത്തിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇവിടുന്ന് 20 മിനിറ്റ് മാറിയാണ് തിയേറ്റർ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പം 8 മണിയായിട്ട് നല്ല വെട്ടുണ്ട് പുറത്ത്. അപ്പോൾ 8:30 പടം. നമുക്ക് വേഗം പോകാം. എന്നാൽ നമ്മൾ രാത്രി 11:30 ആയി പടം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പടം കുഴപ്പമില്ല. ഞാനൊരു മൂവി റിവ്യൂവറൊന്നുമല്ല, പക്ഷെ ഒരു ഓഡിയൻസ് നിലയ്ക്ക് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം മൊത്തത്തിൽ കൺഫ്യൂസിങ് ആണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. പഴയകാലവും പുതിയ കാലവും നടന്ന സംഭവം നടക്കാത്ത സംഭവം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അവയില് പരുവത്തിലാണ് അവർ എടുത്തു വച്ചിരിക്കുന്നത് എനിക്ക് തോന്നി. ഒരു 1 ടൈം വാച്ചാണ്, അല്ലാതെ വലുതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതാണ് എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വേറൊരു ദിവസം വേറൊരു വ്ളോഗുമായിട്ട് കാണാം. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.